ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു സുപ്രീം കോടതിയിൽ. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചുവെന്ന് എൻ വാസു ജാമ്യാപേക്ഷയിൽ. ഇനി തന്നെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നും എൻ വാസു. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ജാമ്യം തേടിയാണ് എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ വാസു വ്യക്തമാക്കുന്നത്? സുരേഷ്, ജാമ്യാപേക്ഷയിൽ എൻ വാസു വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയുകയും അതുപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും കസ്റ്റഡിയിൽ കഴിയേണ്ട ഒരു സാഹചര്യമില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ടാണ് തന്നെ ജാമ്യത്തിൽ വിടണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഹൈക്കോടതി, അതായത് ഈ കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ അസാന്നിധ്യത്തിൽ ഹൈക്കോടതിയിൽ വെക്കേഷൻ ബെഞ്ചിലെത്തിയ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു സാഹചര്യം തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പോലും പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ളൊരു തീരുമാനം എൻ വാസുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിലെ ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തന്നെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ പൂർണ്ണമായും സഹകരിക്കുകയും ഇത്രയും കാലം കസ്റ്റഡിയിൽ കഴിയുകയുമായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലും അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലുമായി പലതവണ ചോദ്യം ചെയ്യലിനും മറ്റ് വിശദാംശങ്ങൾ നേടുന്നതിനുമെല്ലാം തന്നെ അവസരമൊരുങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇനിയും കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല, തൻ്റെ ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യവുമായാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കുമ്പോൾ SITയുടെ നിലപാട് എന്ന് പറയുന്നത് ഇനിയും ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നതുപോലെ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അന്നെല്ലാം തന്നെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ സ്വർണം പൂശിയ പാളി കൊണ്ടുപോകുന്നതിനെല്ലാം തന്നെ ഒത്താശ ചെയ്തു എന്നാണ് കൃത്യമായും എൻ വാസുവിന് നേരെ ദേവസ്വം കമ്മീഷണറും അതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ ആയിരുന്ന വേളയിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ തുടരുകയും പറഞ്ഞതുപോലെ തന്നെ ഈ എൻ വാസു എല്ലാം കൊണ്ടും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിർണായകമായ തെളിവുകൾ, രേഖകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളിൽ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കോടതികളൊക്കെയും ജാമ്യം നിഷേധിക്കുന്ന സമീപനമുണ്ടായത്. പക്ഷേ അന്വേഷണത്തോട് എല്ലാ തരത്തിലും സഹകരിക്കുന്നുണ്ട്, ഇനി തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടുമായി എൻ വാസു സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. വലിയ ചർച്ചാ വിഷയമായ ഒരു കേസുമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല സമീപനം എൻ വാസു പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരെയൊക്കെയും രക്ഷിച്ചെടുക്കുക എന്നതാണല്ലോ സർക്കാരിൻ്റെ ലക്ഷ്യവും. പക്ഷേ നിയമ നടപടി പ്രതികൂലമാകാൻ തന്നെയല്ലേ സാധ്യതയും? തീർച്ചയായും എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടി, ശക്തമായൊരു നിയമവാദം തന്നെ SITയുടെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SIT ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള 3 പേരെയും ഒന്നിച്ചിരുത്തി, പങ്കജ് ഭണ്ഡാരിയെ എല്ലാം തന്നെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഇനിയും സ്വർണം കടത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാമണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മറ്റു ചില സ്വർണം പൂശിയ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാളികൾക്ക് സമാനമായ ഘടകങ്ങളുടെ എല്ലാം തന്നെ മോഷണവും അതിലെ സ്വർണത്തിൻ്റെ മോഷണവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതും തിരിച്ചു പിടിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നതുമായ സ്വർണത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ മോഷണം പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ SIT തന്നെ അക്കാര്യം ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ നൽകുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള കൂടുതൽ മോഷണം നടന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ആ തെളിവ് നശിപ്പിക്കുന്നതിനും ഗൂഢാലോചന പുറത്തു വരാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനുമുള്ള ഇടപെടലുണ്ടാകാനും മറ്റുള്ളവരുടെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കൃത്യമായും ഇയാളെ കസ്റ്റഡിയിൽ തന്നെ തുടരേണ്ടതുണ്ട് എന്ന വാദം കൃത്യമായും SIT ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ എൻ വാസുവിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാത്തിരുന്ന് കാണേണ്ട നിലപാട് തന്നെ സുപ്രീം കോടതി സ്വീകരിക്കും എന്നതാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. കവർച്ചയുടെ കൂടുതൽ അന്വേഷണ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എൻ വാസു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.